2025 ബുക്കർ പ്രൈസിന് അവാർഡ് കിട്ടിയ പുസ്തകമാണ് ഫ്ലഷ്, മാംസം, ഡേവിഡ് സാലി. ഇസ്തവാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ കഥ പറയുന്ന പുസ്തകമാണ്. ഹംഗറിയിൽ ഒരു ടീനേജറായിട്ട് അമ്മയുടെ കൂടെ താമസിക്കുകയാണ് ഇസ്തവാൻ ഒരു നന്നായിട്ട് പഠിക്കുന്ന നാണം കുണുങ്ങിയായിട്ടുള്ള ഒരു പയ്യൻ. അപ്പോൾ ഒരു സംഭവം പറയും, അടുത്ത വീട്ടിൽ ഒരു സ്ത്രീനെ ഒന്ന് സഹായിക്കുകയോ, കുറച്ച് കടയിൽ പോവുക, സാധനം വാങ്ങുക, അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഭർത്താവിന് സുഖമില്ല എന്നുള്ളത്. അങ്ങനെ സഹായിക്കാൻ തുടങ്ങും. അത് ഒരു ബന്ധത്തിൽ ചെന്ന് അവസാനിക്കുന്നു ഈ പ്രായമായ സ്ത്രീയുമായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കശപേശേൻ്റെ ഇടയിൽ ഒരാൾ മരിക്കുന്നു. അത് ഇവൻ്റെ കാരണം കൊണ്ടാണെന്നാവുന്നു. അങ്ങനെ 18 വയസ്സ് തികയാത്തതുകൊണ്ട് ദുർഗുണ പരിപാലന പാഠശാലയിൽ പോയിട്ട് അതിൽ വിടുന്നു. അവിടെ നിന്ന് അയാൾ പുറത്തു വരുന്നു. പിന്നെ ആർമിയിൽ പോകുന്നു, സെക്യൂരിറ്റി ഗാർഡ് ആവുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ലണ്ടനിലേക്ക് പോകുന്നു, പിന്നെ ഹംഗറിയിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെയൊക്കെയാണ് കഥ അങ്ങനെ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് തോന്നിയത്. ഒരു പാട്രിയാർക്കൽ, മിസോജിനിസ്റ്റിക്, ആണുങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരാണിൻ്റെ കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. ദ ലോൺലിനെസ് ഓഫ് എ മാൻ ഇൻ എ വേൾഡ് റൺ ബൈ മെൻ. ധാരാളം സ്ത്രീകൾ ഇയാളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഇയാൾ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുന്നൊരു വ്യക്തി ഒന്നുമല്ല. പക്ഷെ എന്നാലും ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ അയാളുടെ ആ ഒരു പ്രവൃത്തികൾ അയാളെ പല പ്രശ്നങ്ങളിലേക്കും കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഒരു ഫുൾ സർക്കിള് ഒരു മനുഷ്യൻ ജീവിച്ച് തീർക്കുന്നതും ആ ഫുൾ സർക്കിൾ ജീവിച്ച് തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന ഒറ്റപ്പെടലും, അത് വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഐ കൈൻഡ് ഓഫ് എൻജോയ്ഡ് റീഡിങ് ഇറ്റ്. നിങ്ങൾക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ വായിക്കുക. ഫ്ലഷ്.